ഫ്ലെക്സ് എന്ന സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രെൻഡ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സ് പോകുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മൾ ഇടുന്ന ഡ്രസ്സിലേക്കൊക്കെയാണല്ലേ. ആൺകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഷർട്ട്, പാൻസ്, പെൺകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സസ് ആയിക്കോട്ടെ. ഈ പറയുന്ന ഷർട്ടിലാണെങ്കിൽ തന്നെ അവരും പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരീക്ഷ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് പ്ലേസിലേക്കാണ് ഈ സെഗ്മെന്റിൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ എവിടെയുമല്ല, കോൺവെന്റ് ജംഗ്ഷനിലുള്ള പാപ്പലോൺ ഫാഷൻസിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും നല്ല ട്രെൻഡ്സ് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ഓരോ കളക്ഷൻസും ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രസ്സിൽ നിന്ന് തുടങ്ങാം. കണ്ടില്ലേ, ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രിൻസസ് ലുക്ക് വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇത് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് അന്വേഷിക്കുന്നതാണ് കൊറിയൻ ഡ്രസ്സസും കാര്യങ്ങളും ഒക്കെ അല്ലേ. അതിന്റെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. ഇപ്പൊ ബാക്കിലായിട്ട് ഇതേ കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടില്ലേ, 1000 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 190 തൊട്ട് ടാങ്ക് ടോപ്പുകൾ വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ പറയുന്ന കൊറിയൻ ഡ്രസ്സസിന്റെയും ഡെയിലി യൂസിന് പറ്റിയ സ്ലീവ്ലെസ് ഡ്രസ്സിന്റെ ഒക്കെ വലിയ കളക്ഷൻ തന്നെയാണ്. അതാണ് ഇവിടെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, വെറൈറ്റി നെക്കിലാണെങ്കിലും എല്ലാം വരുന്നുണ്ട്. കോട്ടൺ ഡ്രസ്സസും അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പൊ ഒരു താല്പര്യം തോന്നുന്നുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പം ഇത് കൂടാതെ ക്രോപ്പ് ടോപ്പുകൾ, ക്രോപ്പ് ഷർട്ടുകൾ ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇതാ യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത് എന്താണ്? ക്രോപ്പ് ടോപ്പുകളും ക്രോപ്പ് ഷർട്ടുകളും ഒക്കെയാണ്. അതിൽ തന്നെ വെറൈറ്റി കളക്ഷൻസ് ആണുള്ളത്. അതും 490, 890 ക്രോപ്പ് ഷർട്ടുകളാണെങ്കിലും ക്രോപ്പ് ടോപ്പുകളാണൊക്കെ പോകുന്നത്. അത് സ്വെറ്റ് ഷർട്ടുകൾ, അങ്ങനെ എല്ലാം തന്നെയുണ്ട്. നമുക്കിനി സ്വെറ്റ് ഷർട്ടുകളൊക്കെ നോക്കിയാലോ. വാ, ഞാൻ പറഞ്ഞില്ലേ ക്രോപ്പ് ടോപ്പിന്റെ കളക്ഷന്റെ കാര്യം. അതിൽ തന്നെ കൊറിയൻ ക്രോപ്പ് ടോപ്പാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഡബിൾ ഷെയ്ഡിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ ഉണ്ട് കേട്ടോ കളക്ഷൻസ്. പിന്നെ ഇതും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെയൊക്കെ വലിയ കളക്ഷൻ ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡിലും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞതേ സ്വെറ്റ് ഷർട്ടുകൾ, ലാവൻഡർ കളറിലൊക്കെ കിടക്കുന്ന കണ്ടോ. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഈ പറയുന്ന പോലെ സ്വെറ്റ് ഷർട്ടൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും മടി കാണിക്കാത്തത് കൊണ്ട് ഇതിൻ്റെയൊക്കെ വലിയ കളക്ഷൻ ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടാവും. ഇത് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കൊറിയൻ ക്രോപ്പ് ടോപ്പിൻ്റെ കളക്ഷനിൽ തന്നെ കോളർ ഉള്ളതും പിന്നെ വൈറ്റ് നെക്ക് വരുന്നതും ഒക്കെ ഉണ്ട്. സ്വെറ്റ് ഷർട്ടിൽ തന്നെ ഇത്രയധികം കളക്ഷൻസ് ഞാനങ്ങനെ കണ്ടിട്ടില്ല. അതായത് വെറൈറ്റീസ്, എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് ഈ ഒരു ഷോപ്പിൽ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയധികം കളക്ഷൻസ് കാണാൻ പറ്റുന്നത്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ഈ പറയുന്ന പോലെ ഡിസൈൻസ് ഒക്കെ വന്നിട്ടും വരുന്നുണ്ട്. നമുക്കിനി അടുത്ത സെക്ഷൻ പരിചയപ്പെട്ടാലോ. ഞാൻ പറഞ്ഞില്ലേ അടുത്ത സെക്ഷൻ പരിചയപ്പെടാന്നുള്ളത്. അതിൽ ആദ്യം തന്നെ ഷർട്ട് വിത്ത് ഇന്നർ. ഇത് കൂടുതലും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് കൂടാതെ നമ്മുടെ റീൽസിലൊക്കെ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കോട്ടൺ കുർത്തീൻ്റെ കുറേ കളക്ഷനും ഇവിടെയുണ്ട്. കണ്ടില്ലേ, ബാക്കിൽ നമ്മുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ത്രെഡും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻട്രസ്റ്റ് ടോപ്പുകളുടെ കളക്ഷനും ഉണ്ട് ഇവിടെ. ഇത് കോളർ ഇല്ലാത്ത ടൈപ്പ് പിൻട്രസ്റ്റ് ടോപ്പാണ്. പിന്നെ ഇത് കൂടാതെ കോളർ ഉള്ളതും വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഡ്രസ്സസും ഉണ്ട് കുറേയധികം. അതിൽ ബോഡി കോൺ ആണെങ്കിലും നോർമൽ നമുക്ക് ഡെയിലി വെയർ പറ്റുന്നതാണെങ്കിലും ഉണ്ട്.
ഡ്രസ്സസിൻ്റെ കളക്ഷൻ നോക്കിയതിൽ കൂടുതലും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ബോഡിക്കോൺ ടൈപ്പാണ്. അതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. ഈ പറയുന്ന പോലെ ഫ്ലോറൽ ഡിസൈനൊക്കെ വന്നിട്ട് നെക്കിൽ തന്നെ കുറേയധികം വെറൈറ്റീസ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഡെയിലി വെയറിന് പറ്റിയതായിട്ട് കൊറിയൻ ഡ്രസ്സസും യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ പറയുന്ന ബോഡിക്കോൺ ഡ്രസ്സസിനാണ് എൻക്വയറി കൂടുതൽ വരുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലത്തെ കളക്ഷൻ കൊണ്ടുപോയിട്ടാണ് കേട്ടോ. ട്രെൻഡി കളക്ഷൻസ് ഒക്കെ കണ്ടു. അപ്പം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് തിരക്കി വരുന്ന ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം? ഏറ്റവും അധികം ടോപ്സ് ഉണ്ട്, പിന്നെ കൊറിയൻ ഫ്രോക്ക് ഉണ്ട്, പിന്നെ ബാഗി ജീൻസ് ഉണ്ട്. അതിനൊക്കെ നന്നായിട്ട് ആൾക്കാർ എൻക്വയറി ചെയ്ത് വരുന്നുണ്ട്. കൂടുതലും ഇവിടെ ഹോൾസെയിൽ സെയിലാണോ നടക്കുന്നത്, റീറ്റെയിലാണോ, ഏതാ നടക്കുന്നത്? ഹോൾസെയിലും റീറ്റെയിലും നന്നായിട്ട് നടക്കുന്നുണ്ട്. കൊറിയൻ ഡ്രസ്സസിന്റെ ആണെങ്കിലും ടോപ്പിന്റെ ആണെങ്കിലും കുറേ അധികം കളക്ഷൻസ് ഞാൻ കണ്ടു. അതെങ്ങനെയാ ഇപ്പം നമ്മുടെ സ്റ്റോക്ക് ഒക്കെ നമ്മൾ എത്ര ദിവസം കൂടുമ്പോൾ? അതായത് 2 weeks കൂടുമ്പോൾ മാക്സിമം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഓക്കെ. അപ്പം എങ്ങനെയാ റേറ്റ് ഒക്കെ ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ് എല്ലാം കൊടുക്കുന്നത്? അതിന്റെ പിന്നിൽ എന്താ കാര്യം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ഏറ്റവും കുറച്ച് തന്നെ കസ്റ്റമേഴ്സാണ് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് തോന്നല്ലേ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്? കോളേജിനെ ബേസ് ചെയ്താണ് ഞങ്ങൾ ഇത്. അതെ, അവരെ ലക്ഷ്യം വെച്ചിട്ടാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്. അതെ, അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണല്ലേ? അതായത് കോളേജ് സ്റ്റുഡൻസിന് ഡെയിലി വെയറിനാണെങ്കിലും ഒക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ പാപ്പിലോൺ ഫാഷൻസ്. എത്ര നാളായിട്ടുണ്ടാവും ഇത് സ്റ്റാർട്ട്? ഒരു 26 years ആയി. അതെ അതെ. ഓ ഓക്കെ. അപ്പൊ അത്രയും വർഷത്തെ പാരമ്പര്യം ഉണ്ട്, അതല്ല. ഓക്കെ, താങ്ക് യു. ഡെയിലി ഫ്ലെക്സ് എന്ന സെഗ്മെന്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ കുറേയധികം കളക്ഷൻസ് പരിചയപ്പെട്ടില്ലേ ഈ ഒരു സെഗ്മെന്റിലൂടെ? ഇനി അടുത്ത സെഗ്മെന്റിൽ നമുക്ക് വേറെ കുറേയധികം കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത സെഗ്മെന്റ് ആയ ട്രെൻഡ് ലാബിലേക്ക് നമുക്ക് പോകാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.